നമസ്കാരം, സൂര്യ പുതിയ ഓണ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് പൈനാപ്പിൾ പായസം വേഗത്തിൽ ഉണ്ടാക്കാവുന്നത് നോക്കാം. ഞാനൊരു വലിയ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ആദ്യം കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിളിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുക്കൂടെ ഒന്ന് കീറിയെടുക്കാം. നമുക്ക് ഈ സൈഡ്, ഈ രണ്ട് സൈഡ്, ഇതിനുള്ളിലത്തെ സൈഡ് നമുക്ക് കളയണം. എന്നിട്ട് ഈ ഒരു ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഈ ഒരു ഇത്രയൊരു പീസ് മാത്രമേ നമുക്ക് പായസം വെക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഒരു പീസ് കൂടെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിലെ ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു പൈനാപ്പിൾ മൊത്തം നമ്മൾ വൃത്തിയായിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിൽ അടിച്ച് വേണം ഇതെടുക്കാൻ. വേറെ വെള്ളമൊന്നും ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പൈനാപ്പിൾ വേവിച്ചെടുത്തിട്ടുണ്ട്. 3 വിസിലടിച്ച് വേവിച്ചെടുത്തു. ഇനി നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തണുത്ത ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര പാനിയായിട്ട് എടുക്കാം. ഞാൻ ഒരു ബൗളിൽ ഒരു 1/4 ബൗൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് തീരെ കുറച്ചെടുത്തിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് പൈനാപ്പിൾ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കി പൈനാപ്പിൾ നമുക്ക് അരച്ചെടുക്കാം. ഒരു തരിതരിയായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൈനാപ്പിൾ മാറ്റി വയ്ക്കുന്നത്. ബാക്കി നമുക്ക് ചെറുതായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. പൈനാപ്പിൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചെറിയ പീസായിട്ട് മാറ്റി വെച്ചിരുന്ന പൈനാപ്പിളൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ജലാംശം എല്ലാം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ശർക്കരക്കകത്ത് കിടന്ന പൈനാപ്പിൾ നന്നായി ഒന്ന് കുറച്ചുകൂടെ വെന്ത് കുറുകി വരണം. നമുക്കിതിലേക്ക് ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച ചവ്വരിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരട്ടെ. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങയുടെ മുഴുവൻ 2ാം പാലും എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് കുറുക്കി വരട്ടെ. 2ാം പാൽ ഒഴിച്ച് കുറുക്കി വന്നിട്ടുണ്ട് പായസം. ചവ്വരിയൊക്കെ ഇതിനകത്ത് കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗള് 1ാം പാലാണ്. ഇത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1ാം പാൽ ഒഴിച്ച ശേഷം ചെറുതായി ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ഇതിലേക്ക് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. എന്ത് വേണേലും, ഇഷ്ടമുള്ളത് എന്ത് വേണേലും ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം. നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കപ്പലിൻ്റെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ പായസം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.